തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ഇലക്ട്രിക് ബസ് ലോട്ടറി കടയിലേക്ക് ഇടിച്ചുകയറി. ലോട്ടറി കടക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. റിനു, രാവിലെ തന്നെ ഒരു അപകടത്തിന്റെ വാർത്തയാണ് വരുന്നത്. ബസ് പാഞ്ഞു കയറിയത് എന്താണ് സംഭവിച്ചത് അവിടെ? ഗോകുൽ 6:30 കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങിയ ഇലക്ട്രിക് ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ട് എതിർവശത്തെ ലോട്ടറി കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കും പരിക്കുണ്ട്. ഡ്രൈവറുടെ പരിക്ക് അല്പം വലിയ പരിക്കാണ്. ഒപ്പം ഈ ലോട്ടറി കടയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ബസ് പുറകിലേക്ക്, അതായത് KSRTCയുടെ വാഹനം കൊണ്ടുവന്നതിന് ശേഷം ഈ ബസ് പുറകിലേക്ക് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കന്യാകുമാരിയിലേക്കുള്ള പാതയാണ്, പ്രധാന പാതയാണ്. പാപ്പനംകോട് ജംഗ്ഷനിലെ പ്രധാന പാതയിലൂടെ ആ സമയം മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു അപകടം ഒഴിവാക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അപകടങ്ങളുടെ വ്യാപ്തി കുറവാക്കുന്നതിന് കാരണമായത്. ഈ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു ബൈക്ക്, ആ ബൈക്കിനെ പോലും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഈ ബസ് ഇവിടേക്ക് ഇടിച്ച് കയറിയത്, ഈ കടയിലേക്ക് ഇടിച്ച് കയറിയത്. ബസ് അതിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയൊരു അപകടം ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെങ്കച്ചുളയിൽ നിന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ഈ ഡ്രൈവറെ ഈ വാഹനത്തിൻ്റെ മുൻവശം വെട്ടിപ്പൊളിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ജീവനക്കാരിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇത് അവിടെ നിന്ന് ഈ വണ്ടി ഡ്രൈവറും കണ്ടക്ടറും കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ എടുക്കുന്നത് മാത്രമേ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നുള്ളൂ. പിന്നെ ഒരു സ്കൂട്ടർ അവിടെ നിന്ന് വരായിരുന്നു. ആ സ്കൂട്ടറുകാരനെ ഈ ഡ്രൈവർ രക്ഷപ്പെടുത്തി, ഈ KSRTCയിലാണ്. പിന്നെ ഇടിച്ച് നേരെ ഇങ്ങ് പോവുകയായിരുന്നു. നേരെ ഇടിച്ച് ഈ പത്രക്കാരൻ ഇവിടെ കാലുവയ്യാത്തതാണ് ഇരിക്കുന്നത്. ആ പുള്ളി അങ്ങ് ഇടത് സൈഡിലോട്ട് ചാടിയതുകൊണ്ട് ആ പുള്ളി രക്ഷപ്പെട്ടു. പിന്നെ ഇടിച്ചങ്ങ് കയറി. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ ഞങ്ങൾ ഓടി ഇങ്ങനെ വന്ന റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്കൂട്ടർ അവിടെ നിന്ന് വരെയായിരുന്നു. അത് മാത്രമേ ആ പുള്ളിയെ രക്ഷപ്പെടുത്തിയുള്ളൂ. ബാക്കിയെല്ലാം ഇടിച്ച് നേരെ ഈ ഡ്രൈവറുടെ പരിക്ക് എങ്ങനെയാണ്? ഡ്രൈവറുടെ മറ്റേ മേളിലെ ഷീൽഡ് വെട്ടിപ്പൊളിച്ചാണ് പിന്നെ എടുത്തത്. കണ്ടക്ടർ ലേഡി ആയിരുന്നു. കണ്ടക്ടർക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ലോട്ടറി കടക്കാരനോ? ലോട്ടറിക്കാരൻ തെറിച്ച് അവിടെ അകത്ത് വീണു. അങ്ങനെ പരിക്ക് പറ്റിയത്? അങ്ങനെ പരിക്ക് പറ്റിയത്. ഈ ആഘാതത്തിൽ പുള്ളി തെറിച്ച് അവിടെ അകത്ത് വീണു. പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഡിപ്പോയിൽ നിന്ന് എടുത്ത KSRTC നേരെ നിയന്ത്രണം വിട്ട് പോരുകയായിരുന്നു. അങ്ങനെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ലോട്ടറി കടക്കാരനും ബസ്സിലെ ജീവനക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.